രോഹൻ 14 വയസ്സുകാരൻ പഠിക്കാൻ മിടുക്കനാണ്. പക്ഷേ എളുപ്പവഴികൾ കണ്ടെത്താനായിരുന്നു അവനെപ്പോഴും താൽപര്യം. കഠിനാധ്വാനം ചെയ്യാൻ അവന് മടിയായിരുന്നു. സ്കൂളിൽ അടുത്ത ആഴ്ച ഒരു സയൻസ് പ്രോജക്റ്റ് സമർപ്പിക്കണം. കൂട്ടുകാരൻ അർജുൻ ദിവസവും ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിച്ച് പ്രോജക്റ്റിനുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അർജുൻ, ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? എളുപ്പത്തിൽ ഇത് ചെയ്യാൻ ഒരു വഴിയുണ്ട്, രോഹൻ അവനോട് പറഞ്ഞു. അർജുൻ രോഹനെ നോക്കി ചിരിച്ചു. നമ്മുടെ അധ്വാനമാണ് നമ്മുടെ വിജയം, അവൻ മറുപടി നൽകി. അർജുൻ പറഞ്ഞതൊന്നും രോഹൻ കേട്ടില്ല. അവൻ പഴയൊരു വിദ്യാർത്ഥിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയോ സംഘടിപ്പിച്ചു. അതിലെ വിവരങ്ങൾ അതേപടി പകർത്തിയെഴുതി. പ്രോജക്റ്റ് സമർപ്പിക്കാനുള്ള ദിവസം വന്നു. രോഹന്റെ പ്രോജക്റ്റ് കണ്ടപ്പോൾ ടീച്ചർക്ക് വളരെ ഇഷ്ടമായി. വളരെ നന്നായി ചെയ്തിരിക്കുന്നു രോഹൻ, ടീച്ചർ അവനെ അഭിനന്ദിച്ചു. ഈ പ്രോജക്റ്റ് അടുത്ത ആഴ്ച നടക്കുന്ന സയൻസ് ഫെയറിൽ പ്രദർശിപ്പിക്കാം. അവിടെ വരുന്ന ജഡ്ജിമാർക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കണം, ടീച്ചർ ക്ലാസ്സിൽ പ്രഖ്യാപിച്ചു. രോഹൻ ആകെ പരിഭ്രമിച്ചു. അവൻ പകർത്തിയെഴുതിയ പ്രോജക്റ്റിനെക്കുറിച്ച് അവനൊന്നും അറിയില്ലായിരുന്നു. ജഡ്ജിമാർ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തു പറയും? സയൻസ് ഫെയർ തുടങ്ങി. അർജുൻ അവന്റെ പ്രോജക്റ്റിനെക്കുറിച്ച് ജഡ്ജിമാർക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. അവന്റെ അധ്വാനം എല്ലാവർക്കും മനസ്സിലായി. രോഹന്റെ ഊഴം വന്നു. ജഡ്ജിമാർ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അവനൊന്നിനും മറുപടി പറയാൻ കഴിഞ്ഞില്ല. തല കുനിച്ച് അവൻ നിന്നു. രോഹൻ വീട്ടിലെത്തി. അവന് വലിയ സങ്കടം തോന്നി. അർജുൻ പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. നമ്മുടെ അധ്വാനമാണ് നമ്മുടെ വിജയം. അന്നു മുതൽ രോഹൻ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി.